ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങാൻ കരുത്തരായ ബ്രസീലിന് കഴിഞ്ഞിട്ടില്ല. മൊറോക്കോയോട് സമനില വഴങ്ങുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ബ്രസീലിനെ വിറപ്പിക്കാൻ മൊറോക്കോക്ക് സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. ബ്രസീൽ സമനില കൊണ്ട് തടി തപ്പി എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം മത്സരത്തിൽ മൊറോക്കോ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. ഏതായാലും കാർലോ ആഞ്ചലോട്ടി സ്റ്റാർട്ടിംഗ് 11-ൽ ചില സർപ്രൈസുകൾ ഒക്കെ ഒളിപ്പിച്ചിരുന്നു. അതായത് ഇഗോർ തിയാഗോ, ഡഗ്ലസ് സാന്റോസ്, അതുപോലെ തന്നെ റോജർ ഇബാനസ് തുടങ്ങിയ താരങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷെ മത്സരത്തിന്റെ തുടക്കത്തിൽ ആധിപത്യം പുലർത്തിയത് മൊറോക്കോയാണ്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ ആദ്യ 10 മിനിറ്റിനുള്ളിൽ ബ്രസീൽ ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. മത്സരത്തിന്റെ 21-ാമത്തെ മിനിറ്റിലാണ് മൊറോക്കോ ഗോൾ കണ്ടെത്തിയത്. സൈബരിയാണ് ഗോൾ നേടിയിട്ടുള്ളത്. അതായത് ബ്രാഹിം ഡയസിന്റെ ഒരു കിഡിലൻ ത്രൂ ബോൾ വരുന്നു. അത് സൈബരി മനോഹരമായിക്കൊണ്ട് ആലിസൺ ബക്കറിന്റെ തലക്ക് മുകളിലൂടെ ഫിനിഷ് ചെയ്തു. എന്നാൽ 32-ാമത്തെ മിനിറ്റിൽ ഇതിന് മറുപടി നൽകാൻ വിനീഷ്യസ് ജൂനിയർക്ക് കഴിഞ്ഞു. ബ്രൂണോ ഗൊയ്മറസിന്റെ ഒരു പാസ് വരുന്നു. അതിനൊന്നും വിനീഷ്യസ് ജൂനിയർ തകർപ്പൻ ഗോളാണ് നേടിയത്. കിഡിലൻ ഗോളാണ് അദ്ദേഹം നേടിയത്. അതിനുശേഷം ബ്രസീൽ പതിയെ മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. രണ്ടാം പകുതിയിൽ ചില മാറ്റങ്ങളൊക്കെ കാർലോ ആഞ്ചലോട്ടി വരുത്തി. പന്ത് കൈവശം വെക്കാൻ പരമാവധി ബ്രസീൽ ശ്രമിച്ചിരുന്നു. പക്ഷെ ഒരുപാട് അവസരങ്ങളൊന്നും തുറന്നെടുക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. മത്സരത്തിന്റെ അവസാനത്തിൽ ആലിസൺ ബക്കർ ബ്രസീലിന്റെ രക്ഷകനായി മാറി എന്ന് പറയേണ്ടി വരും. ഒരു കിഡിലൻ സേവ് ഒക്കെ അദ്ദേഹം നടത്തി. അങ്ങനെ സമനില കൊണ്ട് ബ്രസീൽ ഈ മത്സരം അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ മത്സരത്തിൽ മൊറോക്കോ നല്ല രൂപത്തിൽ കളിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. കൂടുതൽ ആക്രമണങ്ങൾ ഈ മത്സരത്തിൽ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. 14 ഷോട്ടുകൾ മൊറോക്കോ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാർഗറ്റിലേക്ക് 3 ഷോട്ടുകൾ ഉതിർക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്രസീലും മോശമല്ലായിരുന്നു. 13 ഷോട്ടുകൾ, ടാർഗറ്റിലേക്ക് 5 ഷോട്ടുകൾ. എന്നാൽ കൂടുതൽ ഗോളുകൾ നേടാൻ ബ്രസീലിന് സാധിക്കാതെ പോയി. ഏതായാലും രണ്ട് ടീമുകളും ഇപ്പോൾ ഓരോ പോയിന്റ് വീതം പങ്കുവെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു കാണാം.